+1 മാത്തമാറ്റിക്സ് 13th ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏത് പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ലിമിറ്റ്. ഇവിടെ എൽ എന്നുള്ള പോയിന്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലിമിറ്റ് എൽ ആണെന്ന് പറയും. നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്ന് വായിക്കണം. എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇതിന്റെ മീനിങ് എക്സിന്റെ വാല്യൂ എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എൽ എന്നുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എയുടെ ലെഫ്റ്റിന്ന് എയിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റിന്ന് എയിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഫംഗ്ഷൻ എൽ എന്നുള്ള പോയിന്റിലേക്ക് തന്നെ മൂവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഇത് മൈനസ് എ എന്നുള്ള അർത്ഥമല്ല, ലെഫ്റ്റ് സൈഡ് എന്ന് കാണിക്കാൻ വേണ്ടി എ മൈനസ് കൊടുത്തേക്കാണ്. അതേപോലെ ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതിന്റെ അർത്ഥം എയിനെ ലെഫ്റ്റിന്ന് അപ്രോച്ച് ചെയ്യുന്നു, എയിനെ റൈറ്റിന്ന് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. നമുക്കിതിന്റെ ജിയോജിബ്ര എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇവിടെ നോക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ വരച്ചിട്ടുണ്ട്. ഇവിടെ 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ സി എന്നുള്ള പോയിന്റ് ആണ് സീറോയിനെ ലെഫ്റ്റിന്ന് അപ്രോച്ച് ചെയ്യുന്നത്. ലെഫ്റ്റിന്ന് സീറോയിലേക്ക് മൂവ് ചെയ്യുന്ന പോയിന്റ്. ഡി സീറോയിന്റെ റൈറ്റിന്നാണ് മൂവ് ചെയ്യുന്നത്. റൈറ്റിന്ന് അപ്രോച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഡി. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് എ എങ്ങോട്ട് പോകുന്നു, എ ആണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. എ എങ്ങോട്ട് പോകുന്നു, ബി എങ്ങോട്ട് പോകുന്നു. ഇത് രണ്ടും ഒരു പോയിന്റിലേക്ക് പോയാലേ സീറോയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് സീറോയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സി മൂവ് ചെയ്യാണ്. സി നോക്കിക്കേ, ലെഫ്റ്റിന്ന് സീറോയെ അപ്രോച്ച് ചെയ്യുമ്പോൾ എ എന്നുള്ള പോയിന്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? 2ലേക്കാണ് പോകുന്നത്. നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് റൈറ്റിന്ന് സീറോയിനെ അപ്രോച്ച് ചെയ്യുന്ന ഡി മൂവ് ചെയ്യുമ്പോൾ ബി എന്നുള്ള പോയിന്റ് നോക്കിക്കേ, എങ്ങോട്ടേക്കാണ് പോകുന്നത്? അതും 2ലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. എക്സ് 0യിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 2ലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു പോയിന്റ് നോക്കാം. 2 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ 2ന്റെ ലെഫ്റ്റിന്ന് അപ്രോച്ച് ചെയ്യുന്ന പോയിന്റ് സി ആണ്. ഇപ്പൊ സി മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എ ആണ് എങ്ങോട്ടേക്ക് പോകുന്നു നോക്കേണ്ടത്. എ ആണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ നോക്കാം, സി 2ലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ എയുടെ വാല്യൂ നോക്കിക്കേ, എ എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്? എ 6ലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ? ഇനി നമുക്ക് ഡി ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഡി റൈറ്റിന്ന് 2നെ അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ ബി നോക്കിക്കേ, ഫംഗ്ഷന്റെ വാല്യൂ ബി ആണ്. ബി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? 3ലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിന്നും റൈറ്റിന്നും 2നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പോയിന്റ്സിലേക്കാണ് ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 എന്നുള്ള പോയിന്റിൽ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 6ഉം കിട്ടും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3ഉം ആണ്. അതുകൊണ്ട് ഈ 2 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എക്സ് ഈക്വൽ ടു എയിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് ലിമിറ്റ് എടുക്കുന്നതിന് തുല്യമാണ് ലിമിറ്റ് എടുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. രണ്ട് ഫംഗ്ഷൻ സബ്ട്രാക്ട് ചെയ്തിട്ട് ലിമിറ്റ് എടുക്കുന്നതിന് തുല്യമാണ് ലിമിറ്റ് എടുത്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനും സെയിം തന്നെയാണ്. രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് എടുക്കുന്നതിന് തുല്യമാണ് ലിമിറ്റ് എടുത്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഡിവിഷൻ വരുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ്
x tends to a f of x divided by limit x tends to a g of x ആയിരിക്കും. ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് എടുക്കുന്നതിന് തുല്യമാണ് ലിമിറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, കാരണം ഡിനോമിനേറ്റർ 0 ആയാൽ അൺഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ട് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്നൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഒരു കോൺസ്റ്റന്റ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വന്നാൽ ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് ആദ്യം എഴുതിയിട്ട് ലിമിറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ഫംഗ്ഷന്റെ ലിമിറ്റ് എടുക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് പഠിക്കാനുള്ളത്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള റിസൾട്ട്സ് ആണ്. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇതേ ഫോമിൽ വന്നാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ആൻസർ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. സെക്കൻഡ് വൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നുള്ള ഫോമിൽ വന്നാൽ ആൻസർ 1 ആയിരിക്കും. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമിൽ വന്നാലും ആൻസർ 1 വരും. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോം ആണെങ്കിലും ആൻസർ 1 ആണ്. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമിൽ വന്നാൽ ആൻസർ 0 ആണ്. ഈ 6 റിസൾട്ട്സും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റേസ് ടു 10 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇവിടെ എക്സ് ടെൻസ് ടു -1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ -1ലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് എക്സിന് പകരം -1 കൊടുത്താൽ മതി. -1 റേസ് ടു 10 പ്ലസ് -1 റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1 -1. -1 റേസ് ടു 10 എന്ന് പറയുന്നത് 1 ആണ്. -1 റേസ് ടു 5 -1 ആണ്. പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2. അപ്പോൾ 1 -1 ക്യാൻസൽ ആയി പോവും. 1 ബൈ -2 എന്ന് പറഞ്ഞാൽ -1/2 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. ഇവിടെ എക്സിന് 0 കൊടുത്താൽ സൈൻ 0 ബൈ സൈൻ 0 എന്ന് വരും. സൈൻ 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0/0 എന്നുള്ളൊരു ഫോമാണ് വരുന്നത്. ഈ ഫോമിന്റെ പേര് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നാൽ നമ്മൾ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. ഇപ്പം നമ്മൾ സൈനിൻ്റെ ഒരു ലിമിറ്റ് റിസൾട്ട് പഠിച്ചിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതേ ഫോമാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇവിടെ സൈൻ എ എക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് നമുക്കൊരു എ എക്സ് തന്നെ വേണം. പകരം ഒരു എ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഡിനോമിനേറ്ററിലും അതേപോലെ സൈൻ ബി എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിനോമിനേറ്റർ നമുക്കൊരു ബി എക്സ് വേണം. അതെഴുതി പകരം ഒരു ബി എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ വാല്യൂ വ്യത്യാസമില്ലല്ലോ. ഈ ലിമിറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് 0 ആണെങ്കിൽ എ ഇൻറ്റു എക്സ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. താഴെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ബി എക്സ് ടെൻസ് ടു 0 ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് നമ്മൾ പഠിച്ച റിസൾട്ട് പോലെ വന്നു. ഈ 3 ടേംസ് ഒരേപോലെ വന്നു. ഈ 3 ടേംസ് ഒരേപോലെ വന്നാൽ വാല്യൂ 1 ആയിരിക്കും. ഇവിടെ അതേപോലെ നമുക്ക് എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം. ആൻസർ വരുന്നത് 1 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ് ഫൈനൽ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 81 ഡിവൈഡഡ് ബൈ 2x² മൈനസ് 5x മൈനസ് 3. ഇവിടെ എക്സിന് പകരം 3 കൊടുക്കുമ്പോൾ 3 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 81 വരും. 81 മൈനസ് 81 ഡിവൈഡഡ് ബൈ x² എന്ന് പറയുമ്പോൾ 9 3² 9 വരും. 9 ഇൻറ്റു 2 18 മൈനസ് 5 ഇൻറ്റു 3 മൈനസ് 15 മൈനസ് 3 അപ്പോൾ ഈക്വൽ ടു 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് വരുന്നത്. അപ്പം നമുക്ക് ഈ
ടേമിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 എന്നുള്ള ഫോമാണ് മുകളിൽ. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതേ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 എന്ന് എഴുതിയത്. അപ്പം നമുക്ക് ഡിനോമിനേറ്ററിലൊരു എക്സ് മൈനസ് 3 ആവശ്യമുണ്ട്. നമ്മൾ താഴത്തെ ടേമിനെ അതേപോലെ ഡിവൈഡ് ചെയ്താൽ മതി. ബൈ ലിമിറ്റും രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. എക്സ് ടെൻസ് ടു 3, താഴത്തെ ടേം 2x². ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഈ മൈനസ് 5x ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. മൈനസ് 6x പ്ലസ് എക്സ് എന്ന് എഴുതുകയാണ്. ബൈ ഈ ബൈ എക്സ് മൈനസ് 3 ഇവിടെയും കൊടുക്കുമ്പോൾ വാല്യൂ വ്യത്യാസം വരില്ല. ഈക്വൽ ടു ഇപ്പം ന്യൂമറേറ്റർ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നുള്ള ഫോമിലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് കൊടുക്കാം. എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. എന്നിന് പകരം ഇവിടെ 4 ആണ്, എക്ക് പകരം 3 ആണ്. റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 1 3 എന്ന് വരും. ബൈ ഡിനോമിനേറ്ററിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ഈ ഫസ്റ്റ് രണ്ട് ടേംസിൽ നിന്ന് 2x കോമൺ എടുക്കുകയാണ്. 2x കോമൺ എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് 3 എന്ന് വരും. പ്ലസ് ലാസ്റ്റ് ടേം ഓൾറെഡി എക്സ് മൈനസ് 3 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഈക്വൽ ടു 4 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 വരും. ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് മൈനസ് 3 കോമൺ എടുക്കുകയാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 2x പ്ലസ് 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. എക്സ് മൈനസ് 3 ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ള ടേമിൽ എക്സിന് പകരം 3 കൊടുത്താൽ മതി. അപ്പോൾ ന്യൂമറേറ്ററിൽ 4 ഇൻറ്റു 27 108 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു എക്സിന് പകരം 3 കൊടുത്തു പ്ലസ് 1 ഈക്വൽ ടു ഫൈനൽ ആൻസർ 108 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1 7 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 5 മൈനസ് 1 ബൈ എക്സ്. ഇവിടെ എക്സിന് 0 കൊടുത്താൽ ന്യൂമറേറ്റർ 1 മൈനസ് 1 0 വരും, ഡിനോമിനേറ്ററും 0 എന്ന് വരും. അപ്പോൾ 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ് പ്ലസ് 1ന് y എന്ന് കൊടുക്കുകയാണ്. എക്സ് പ്ലസ് 1ന് y എന്ന് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ y മൈനസ് 1 എന്ന് വരും. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 വരും. അപ്പോൾ എക്സ് ടെൻസ് ടു 0ക്ക് പകരം y ടെൻസ് ടു 1 എന്ന് എഴുതാം. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ 1 കിട്ടിയതുകൊണ്ടാണ് y ടെൻസ് ടു 1 എന്ന് എഴുതിയത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ഇത്രയും ചേഞ്ചസ് വരുത്താൻ പോവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0ക്ക് പകരം y ടെൻസ് ടു 1 എഴുതി. എക്സ് പ്ലസ് 1ന് പകരം y എഴുതി. അപ്പോൾ y റേസ് ടു 5 മൈനസ് ഈ 1ന് പകരം 1 റേസ് ടു 5 എന്ന് എഴുതിയാലും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ എക്സിന് പകരം ഇവിടെ y മൈനസ് 1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതി. അപ്പം നമ്മളിത് പഠിച്ച ഫോമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നുള്ള ഫോമാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പം ഇവിടെ എന്നിന് പകരം 5 ആണ്, എക്ക് പകരം 1 ആണ്. റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 ആൻസർ 5 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ് ആണ്. ഇവിടെയും എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 0 വരും. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 ന്യൂമറേറ്റർ 0 ആവും. എക്സ് 0 ആയതുകൊണ്ട് ഡിനോമിനേറ്ററും 0 ആവും. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ നമുക്ക് ഇതും സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് സിംപ്ലിഫൈ എന്ന് നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു നമ്മൾ ഇ റേസ് ടു ഒരു റിസൾട്ട് പഠിച്ചിട്ടുള്ളത് ഇയുടെ റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന ടേം തന്നെ ഡിനോമിനേറ്ററിലും വരണം, ഇവിടെയും വരണം. നമ്മളിവിടെ സൈൻ എക്സ് വന്നതുകൊണ്ട് നമുക്ക് താഴെ ഒരു സൈൻ എക്സ് എന്തായാലും ആവശ്യമുണ്ട്, അത് കൊടുത്തു. പകരം ഒരു സൈൻ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ലിമിറ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ സൈൻ എക്സും ഈ ബൈ എക്സും കൂടെ ആദ്യം എഴുതുകയാണ്. സൈൻ എക്സ്
ബൈ എക്സ് എന്ന് എഴുതി ഇൻറ്റു ലിമിറ്റ് എക്സ് 0 ആണെങ്കിൽ സൈൻ എക്സ് 0 ആയിരിക്കുമല്ലോ, കാരണം സൈൻ 0 0 ആയതുകൊണ്ട് എക്സ് ടെൻസ് ടു 0യ്ക്ക് പകരം നമുക്ക് സൈൻ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുത്താലും വാല്യൂ വ്യത്യാസം വരത്തില്ല. എന്നിട്ട് ബാക്കി ടേംസ് നമ്മളിപ്പോൾ എഴുതിയതിൻ്റെ ബാക്കി ടേംസ് എഴുതുകയാണ്. ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ്. ഇത് നമ്മൾ സൈൻ എക്സിൻ്റെ റിസൾട്ട് പഠിച്ചതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഈക്വൽ ടു 1 ഇൻറ്റു ഇവിടെയും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നുള്ള അതേ ഫോമാണ്. എക്സിന് പകരം സൈൻ എക്സ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 വരും. ഈ 3 ടേംസ് ഒരുപോലെ വന്നാൽ ഏത് ടേം വന്നാലും ആൻസർ 1 ആണ് വരിക. അപ്പോൾ ഫൈനൽ ആൻസർ 1 വരും. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ബൈ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. ഇവിടെയും എക്സിന് 0 കൊടുത്താൽ സൈൻ 0 0 വരും, ഇവിടെയും ബി ഇൻറ്റു 0 0 വരും, ഈ ഡിനോമിനേറ്റർ ആയാലും 0 വരും. അപ്പോൾ 0/0 ഫോമാണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോക്കാം എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ സൈൻ എ എക്സ് വന്നാൽ നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു ബൈ എ എക്സ് ആവശ്യമുണ്ട്. അപ്പോൾ പകരം ഒരു ഇൻറ്റു എ എക്സ് കൊടുത്തു, പ്ലസ് സെക്കൻഡ് ടേം ബി എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ് വന്നാലും ഇതേപോലെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ബി എക്സ് ആവശ്യമുണ്ട്. ഒരു പകരം ഒരു ബി എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുക്കുകയാണ്. എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ എ മാത്രമായി എ ഇൻറ്റു സൈൻ എ എക്സ് ബൈ എ എക്സ് എന്ന് വന്നു, പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് കോമൺ എടുക്കുമ്പോൾ എ പ്ലസ് ഇവിടുന്ന് എക്സ് എടുക്കുമ്പോൾ ബി മാത്രമായി ബി ഇൻറ്റു സൈൻ ബി എക്സ് ബൈ ബി എക്സ്. ഇവിടെ എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ഉള്ള ടേമിന് മാത്രമേ ലിമിറ്റ് എഴുതേണ്ട ആവശ്യമുള്ളൂ. ബാക്കി കോൺസ്റ്റൻസ് ഉള്ളത് കോൺസ്റ്റൻറ്റ് മാത്രമായിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് ടേം എ ഇൻറ്റു ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ എ എക്സ് ടെൻസ് ടു 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0ന് പകരം എ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതാം. സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു ഇവിടെയൊക്കെ ബി എക്സ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0യ്ക്ക് പകരം ബി എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതാം. എക്സ് 0 ആകുമ്പോൾ ബി എക്സ് 0 ആയിരിക്കും, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയത്. വാല്യൂ വ്യത്യാസം ഇല്ലെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ബി എക്സ് വന്നു. ഇത് രണ്ടും നമ്മൾ സൈനിൽ പഠിച്ച റിസൾട്ടാണ്. ഈ 3 ടേംസും ഒരുപോലെ വന്നാൽ വാല്യൂ 1 വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മുകളിൽ എന്ത് വരും? എ ഇൻറ്റു 1 എ പ്ലസ് ബി എന്ന് വരും, ബൈ ഡിനോമിനേറ്ററിലും അതേപോലെ എ പ്ലസ് ബി ഇൻറ്റു 1 എ പ്ലസ് ബി എന്ന് തന്നെ വരും. ആൻസർ 1 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5. ഇവിടെയും എക്സിന് 5 കൊടുത്താൽ ഇ റേസ് ടു 5 മൈനസ് ഇ റേസ് ടു 5 ന്യൂമറേറ്ററിൽ 0 വരും, ഡിനോമിനേറ്ററിലും 5 മൈനസ് 5 0 വരും. ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ y ഈക്വൽ ടു എക്സ് മൈനസ് 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 5 എന്ന് വരും. എക്സ് ടെൻസ് ടു 5ന് പകരം ഇവിടെ എക്സിന് 5 കൊടുത്താൽ 5 മൈനസ് 5 വൈയുടെ വാല്യൂ 0 വരും. എക്സ് ടെൻസ് ടു 5ന് പകരം വൈ ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. ഇത്രയും ചേഞ്ചസ് ക്വസ്റ്റിനിലേക്ക് വരുത്തുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5ന് പകരം വൈ ടെൻസ് ടു 0 കൊടുത്തു, ഇ റേസ് ടു എക്സിന് പകരം വൈ പ്ലസ് 5 കൊടുത്തു, മൈനസ് ഇ റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5ന് പകരം വൈ എന്ന് കൊടുത്തു, ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു 0 ഇ റേസ് ടു വൈ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു വൈ ഇൻറ്റു ഇ റേസ് ടു 5 ആണ്. നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് ഇ റേസ് ടു 5 കോമൺ എടുക്കാം. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ എഴുതാം. ഇ റേസ് ടു എക്സ് അല്ല, ഇ റേസ് ടു 5 കോമൺ എടുത്തെഴുതി. ലിമിറ്റ് വൈ ടെൻസ് ടു 0 ഇ റേസ് ടു 5 കോമൺ എടുക്കുമ്പോൾ ഇ റേസ് ടു വൈ മൈനസ് 1 ബൈ വൈ എന്ന് വരും. ഇത് നമ്മൾ ഇ റേസ് ടു വൈയുടെ ഇ റേസ് ടു എക്സിന്റെ റിസൾട്ട് പഠിച്ച പോലെ തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നുള്ള അതേ ഫോമാണ്. എക്സിന് പകരം വൈ ആണെന്നേ ഉള്ളൂ. അതിൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ ഇ റേസ് ടു 5 ഇൻറ്റു 1
e raised to 5 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 ടാൻ 2x ബൈ എക്സ് മൈനസ് പൈ ബൈ 2. ഇവിടെ എക്സിന് പകരം പൈ ബൈ 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറയുന്നത് പൈ, ടാൻ പൈ 0 ആണ്, ബൈ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 0 വരും. അപ്പോൾ 0/0 ഫോം ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ y ഈക്വൽ ടു എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് വൈ എന്ന് കിട്ടും. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2, എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 വരും. എക്സ് ടെൻസ് ടു പൈ ബൈ 2ന് പകരം വൈ ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2ന് പകരം വൈ ടെൻസ് ടു 0 കൊടുക്കുന്നു. ടാൻ 2 ഇൻറ്റു എക്സിന് പകരം പൈ ബൈ 2 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് പൈ ബൈ 2ന് പകരം വൈ കൊടുക്കുന്നു. ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു 0, ഈ ടാൻ്റെ ടേം സൈഡിലോട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ടാൻ 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറയുമ്പോൾ പൈ വരും പ്ലസ് 2y. ഇത് 180 പ്ലസ് തീറ്റ എന്നുള്ള ഫോമാണ്. 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവ് വരും. ഈക്വൽ ടു ടാൻ 2y. ടാൻ 180 പ്ലസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ ആയതുകൊണ്ട് ടാൻ 2y എന്ന് കിട്ടും. മുകളിലത്തെ ടേം ടാൻ 2y ഡിവൈഡഡ് ബൈ y. നമ്മൾ ടാനിൻ്റെ ഒരു റിസൾട്ട് പഠിച്ചത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ടേം തന്നെ ഇവിടെ വരണം. ഇപ്പോൾ 2y വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 2 ആവശ്യമുണ്ട്. ഒരു പകരം ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഈക്വൽ ടു 2 ഇൻറ്റു ഈ 2 ആണ്. ലിമിറ്റ് y ടെൻസ് ടു 0യ്ക്ക് പകരം 2y ടെൻസ് ടു 0 എന്ന് കൊടുത്തു. y 0 ആണെങ്കിൽ 2y 0 ആയിരിക്കുമല്ലോ. ടാൻ 2y ഡിവൈഡഡ് ബൈ 2y. നമ്മൾ പഠിച്ച റിസൾട്ട് അതേപോലെ വന്നു. എക്സിന് പകരം 2y ആണ്. ആൻസർ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഈ 3 ടേംസ് ഒരുപോലെ ഏത് വന്നാലും വാല്യൂ 1 തന്നെയാണ് വരിക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ്. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ലോഗ് 1 എന്ന് വരും. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അതേപോലെ സൈൻ 0 ഹോൾ ക്യൂബ് എന്ന് വന്നാലും അതും 0 ആണ്. അപ്പോൾ 0/0 ഫോമാണ്. സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കിക്കേ. ലോഗിൻ്റെ നമ്മളൊരു ലിമിറ്റ് പഠിച്ചത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്നാണ്. ഇവിടെ എക്സിന് പകരം അവിടെ എക്സ് ക്യൂബ് ആണ് വന്നിരിക്കുന്നത്. ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് കൊടുക്കുന്നു. ബൈ ഡിനോമിനേറ്ററിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അവിടെയും ഒരു ബൈ എക്സ് ക്യൂബ് കൊടുക്കുകയാണ്. സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. വാല്യൂ വ്യത്യാസം വരില്ല. മുകളിലും താഴെയും ബൈ എക്സ് ക്യൂബ് ആണ് കൊടുത്തത്. ഇനി ലിമിറ്റും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ക്യൂബ് ടെൻസ് ടു 0 എന്ന് കൊടുക്കണം. എക്സ് 0 ആണെങ്കിൽ എക്സ് ക്യൂബ് 0 ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. 1 പ്ലസ് എക്സ് ക്യൂബ് ബൈ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ലോഗിൻ്റെ റിസൾട്ട് അതേപോലെ വന്നു. എക്സ് എന്നുള്ള സ്ഥാനത്ത് എക്സ് ക്യൂബ് ആണെന്നേ ഉള്ളൂ. ഇവിടെ അതേപോലെ സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഹോൾ ക്യൂബ് എന്നാണ് അർത്ഥം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഹോൾ ക്യൂബ് എന്ന് കൊടുത്താൽ മതി. സൈൻ എക്സ് ഹോൾ ക്യൂബ് തന്നെയാണ് സൈൻ ക്യൂബ് എക്സ്. എക്സിന് ക്യൂബ് ഉണ്ട്. ഈക്വൽ ടു മുകളിലത്തെ വാല്യൂ 1 വരും. താഴത്തത് 1 ക്യൂബ്, അതും 1 തന്നെയാണ്. ഫൈനൽ ആൻസർ 1 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എക്സിൻ്റെ 1ൻ്റെ ലെഫ്റ്റിലും 1ൻ്റെ റൈറ്റിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ പീസ് വൈസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത ഫംഗ്ഷൻസ് ഒക്കെ എക്സിന് എന്ത് വാല്യൂ വന്നാലും ഫംഗ്ഷൻ സെയിം ആയിരുന്നു. ഫംഗ്ഷന് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഈ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ വൺ എന്നുള്ള പോയിന്റിൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ 1ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ
മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ 1 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് വരണം. രണ്ടും ഒരേ പോയിന്റിലേക്ക് മൂവ് ചെയ്താലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. 1ന്റെ ലെഫ്റ്റിലുള്ള ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് 1, 1 മൈനസ് 1 0 എന്ന് വരും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. 1ന്റെ റൈറ്റിൽ ഫംഗ്ഷൻ എന്താണോ അതാണ് കൊടുക്കേണ്ടത്. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1 തന്നെ വരും. അപ്പോൾ മൈനസ് 1 മൈനസ് 1. ഈ സ്ക്വയർ മൈനസിന് ബാധകമല്ല, മൈനസ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് അർത്ഥം. എക്സിന് മാത്രമാണ് സ്ക്വയർ ബാധകം. അപ്പോൾ 1 സ്ക്വയർ 1 എഴുതി, ഈ മൈനസ് അവിടെ തന്നെ ഉണ്ട്. ഈക്വൽ ടു -2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x by x if x not equal to 0, 0 if x equal to 0. ഇവിടെ mod xന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ ക്വസ്റ്റിനെ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. mod xന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. mod x equal to x if x greater than or equal to 0, equal to minus x if x less than 0. ക്വസ്റ്റ്യൻ ഒന്ന് റീഡിഫൈൻ ചെയ്യാണ്. f of x equal to എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ mod xന്റെ വാല്യൂ മൈനസ് എക്സ് കൊടുക്കണം. മൈനസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെ ആൻസർ 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ mod xന്റെ വാല്യൂ എക്സ് ആണ്. എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന് വരും. ഇങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ലെസ് ദാൻ 0ൽ -1 ആണ്, ഗ്രേറ്റർ ദാൻ 0ൽ 1 ആണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എക്സ് 0യുടെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ -1 ആണ്. -1 ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. 0യുടെ റൈറ്റിൽ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ 1 ആണ്. 1 ഈക്വൽ ടു 1 എന്ന് വരും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. Next problem. Suppose f of x equal to a plus bx if x less than 1, 4 if x equal to 1, b minus ax if x greater than 1, and if limit x tends to 1 f of x equal to f of 1, what are the possible values of a and b? ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൺ എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റിൽ ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എ പ്ലസ് ബി എക്സ് ആണ്. ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ ബി മൈനസ് എ എക്സ് ആണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എ പ്ലസ് ബി എക്സ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. 1ന്റെ റൈറ്റിലെ ഫംഗ്ഷൻ ബി മൈനസ് എ എക്സ് ആണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ബി മൈനസ് എ എന്ന് കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 1 ആണെന്നാണ്. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് 1 ഇവിടെ 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ലിമിറ്റ്
4 എന്നാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 4 ആയിരിക്കും. രണ്ടും 4 ആയിരിക്കും. നമുക്കപ്പോൾ ഈ കിട്ടിയ ആൻസർ രണ്ടും 4ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് a പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ b മൈനസ് എ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്തിട്ട് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ താഴെ സെക്കൻഡ് ഇക്വേഷൻ എയുടെ ടേം ആദ്യം എഴുതുകയാണ്. മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു 4. ആഡ് ചെയ്യുമ്പോൾ എ മൈനസ് എ 0 ആയി പോവും. 2b ഈക്വൽ ടു 8 എന്ന് കിട്ടും. ദെയർഫോർ b ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇവിടെ എ പ്ലസ് ബി ഈക്വൽ ടു 4ലോട്ട് ബിയുടെ വാല്യൂ കൊടുത്താൽ എ പ്ലസ് 4 ഈക്വൽ ടു 4. ദെയർഫോർ എ ഈക്വൽ ടു 4 മൈനസ് 4 0 എന്ന് കിട്ടും. എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 4 ആണ്. ഈ സെക്ഷൻ കഴിഞ്ഞു. നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി എഴുതുക.